ആർ.ജെ. ബാലാജി എന്നടാ പണി വെച്ചിരിക്കേ, പൊളിപ്പടം. ദിസ് ഇസ് ദ പെർഫെക്റ്റ് കംബാക്ക് ഫോർ സൂര്യ. ഐ എം ട്രൂലി ഹാപ്പി ഫോർ ഹിം. കുറെ കാലത്തിന് ശേഷമാണ് സൂര്യ അണ്ണന്റെ ഒരു അടിപൊളി പടം തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നത്. ലാസ്റ്റ് ഇറങ്ങിയ 2-3 പടത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഇത് മസ്റ്റ് വാച്ച് ആണ്. അടിപൊളി സൂപ്പറായി എടുത്തിട്ടുണ്ട്. ഞാനൊരു വിജയ് ഫാനാണെങ്കിൽ കൂടി ഒരുപാട് ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു പടത്തില്. അതേപോലെ ഒരുപാട് പല റെഫറൻസസ് ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ ചെറിയ 2-3 ക്യാമിയോസ് ഉണ്ട്, അത് അടിപൊളി. തിയേറ്റർ പൂരപ്പറമ്പായി. ഡയറക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എക്സലന്റ് വർക്ക്. കാരണം പുള്ളി അഭിനയിച്ച് അതിന്റെ കൂടെ ഡയറക്ട് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു ലൈറ്റിംഗ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫിയിൽ ഇരുന്ന്, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സായ ബേങ്കർ. വൗ, ഡൺ വെരി വെൽ. നടിപ്പിൻ നായകൻ സൂര്യ, ഡൺ റിയലി റിയലി വെൽ. കാരണം നല്ലൊരു ഡയറക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഡു വണ്ടേഴ്സ് വിത്ത് ഹിം. പിന്നെ ഒരുപാട് മലയാളം ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഉണ്ട് ഈ ഒരു പടത്തിൽ. അതിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ഇന്ദ്രൻ സേട്ടന്റേത്. സൂപ്പർ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു തമിഴ് സിനിമ ഇത്രയും എൻജോയ് ചെയ്ത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. പിന്നെ പറയാലോ, ഇതൊരു പക്ക ഫാന്റസി മൂവിയാണ്. ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആരും വലിയൊരു ലോജിക്ക് കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് തിയേറ്ററിലോട്ട് പോവാതിരിക്കുക. ഒരു സിനിമ ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പോവാ. സൂപ്പർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അപ്പോഴേ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ.